മന്ത്രിമാർ ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. അവർ ആ യുവതി വാർത്താ സമ്മേളനം നടത്താനെത്തിയ മന്ത്രിമാരുടെ മുന്നിലേക്കാണ് ഒരു ചക്ക വിഷയവുമായിട്ടൊരു യുവതി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. അവിടുന്ന് ജേസൺ പറഞ്ഞതനുസരിച്ച് അവരുടെ വീട്ടിലെ എന്തോ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അവരുടെ SHOയെ വിളിക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. വലിയ ഒരു ദുരന്തത്തിൻ്റെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആ ദുരന്തത്തിന് ശേഷം മാധ്യമങ്ങളെ വിവരമറിയിക്കാനായിട്ട് മന്ത്രിസഭയിലെ അംഗങ്ങൾ എത്തിയപ്പോഴാണ് ഒരു യുവതി ഇപ്പോൾ സ്വകാര്യമായ ഒരു പരാതിയുമായി കളക്ടറേറ്റിലേക്ക് എത്തി മന്ത്രിമാരെ കണ്ട് ആ വാർത്താ സമ്മേളനം ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രിമാർ പറഞ്ഞിട്ടൊന്നും ആ യുവതി കൂട്ടാക്കുന്നില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഒരു ചക്ക എന്തോ വീഴുന്ന വിഷയമാണ്. പക്ഷേ ഒരു നാട് മുഴുവൻ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ 14 ലക്ഷം രൂപ മരണമടഞ്ഞവർക്ക്, 2 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് നൽകും. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ വനിതാ പോലീസ് വന്ന് മാറ്റുന്നതിന് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. അവർ വാർത്താ സമ്മേളനത്തിൽ തടസ്സപ്പെടുത്തിയ യുവതിയെ അവിടെ നിന്ന് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വാർത്താ സമ്മേളനം തടയുകയായിരുന്നു. മന്ത്രിമാർക്ക് മുന്നിൽ ചക്ക വീഴുന്നത് സംബന്ധിച്ചോ എന്തോ വീട്ടിലെ ഒരു പ്രശ്നം സംബന്ധിച്ച് ശ്രദ്ധയിൽ കിട്ടിയില്ലെന്നോ മറ്റോ ആണ്